വെൽക്കം ബാക്ക് ടു മിനിറ്റ്സ് വിത്ത് ഹാപ്പി നഹാർ. ഈ വീഡിയോക്ക് ശേഷം പിന്നെയും ഞാൻ ഇതേ ഡയലോഗ് പറയണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, ഒരാളൊരു വീഡിയോ എടുത്ത് മാക്സിമം ഒരാഴ്ച ഇല്ലെങ്കിൽ മിനിമം ഒരാഴ്ച 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 1 മാസം അത് അപ്ലോഡ് ചെയ്യാം. ഞാൻ വിഷുവിനെടുത്ത വീഡിയോ ഓണം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു വിഷു എപ്പോഴാണോ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലേ കഴിഞ്ഞുള്ളൂ. 5-6 മാസം ഒരു വീഡിയോ. കാരണം എനിക്കിത് എടുത്തത്, സത്യം പറയാലോ, ഞാനിത് എഡിറ്റൊക്കെ ചെയ്തു, അപ്ലോഡിന് ഇട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ ഇനി ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതെനിക്ക് അറിഞ്ഞത് കുറച്ച് ഒരു 2 ആഴ്ചക്ക് മുൻപ് എനിക്കത് മനസ്സിലായി ഞാൻ ഇട്ടിട്ടില്ലാന്ന്. കാരണം എഡിറ്റ് ചെയ്യണ ഇതിൽ തന്നെ കിടക്കണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇനിയും ഇത് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ശരി വിഷുവിനെടുത്തത് ഓണത്തിനെ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പറ്റില്ല. കാരണം അതിൽ തന്നെ ഞാൻ ഒരുപാട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്, വിഷു ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സാരില്ല, വീണത് എന്താ പറയുക, ഇനി കടന്ന് ഉരുളണ്ട, ഞാൻ അതുപോലെ തന്നെ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുക. വേറെ എനിക്കിതിനെ കുറിച്ച് അധികം പറയാനില്ല. സോറി. വെൽക്കം ബാക്ക് ടു മിനിറ്റ്സ് വിത്ത് ഹാപ്പി നഹാർ. അപ്പോൾ ഇതേതാ സ്ഥലം എന്നറിയോ? ഇത് പാലക്കാട് ലുലുയുടെ 2 വീലർ പാർക്കിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. ഇത് ബാക്ക് വ്യൂ ആണ്. അപ്പം ഞങ്ങൾ 2 വീലർ നിർത്തിയിട്ട് എന്തിനാണ് നമ്മൾ വന്നെന്ന് വെച്ചാൽ സദ്യ മേടിക്കാൻ. വിഷുവിന് സദ്യ ഞങ്ങൾ മേടിക്കാൻ വന്നാണ് ലുലുവിൽ. എല്ലാ വ്ളോഗുകാരും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതാണ് പാലക്കാട് ലുലു എന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴാണ് കാണിക്കുന്നത്. ഞങ്ങളിന്ന് മെയിനായിട്ട് വന്നത് ഫുഡ് മേടിക്കാൻ. നമ്മൾ ഓർഡർ ചെയ്തു, 2 ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡറല്ല, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ വന്നവരുണ്ട്, ഡ്രസ്സ് മേടിക്കാൻ വന്നവരുണ്ട്. നമ്മളെന്താ മേടിക്കാൻ വന്നത്? ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ഫുഡ്. ചോറ്. ഇവരുടെ സ്പ്രേ ആണ് കേട്ടോ, മൈ OP. അതാണ് ഞാൻ യൂസ് ചെയ്യണത്. കമ്പാരിറ്റീവ്ലി എപ്പടി പിന്നെ മണക്കുന്നുണ്ടോ? നല്ല മണം. താങ്ക് യു. അപ്പോൾ ഫുഡ് മേടിക്കാൻ വന്നാലും ശരി, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഞങ്ങൾ വെറുതെ ലുലു കറങ്ങാൻ വന്നാലും ശരി, കുറച്ച് ഡ്രസ്സ് ഐറ്റം, ഹാൻഡ് ബാഗ്സ്, ചപ്പൽസ് ഇതൊക്കെ കണ്ടാൽ ഓഫ്കോഴ്സ് ഞങ്ങൾക്ക് ക്രേസാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ 3 എന്നെ ആരെയൊക്കെയോ നോക്കിയിട്ട് പോയി. ഹൂ ഇസ് ദിസ് ഹെൽപ്പ്? ഒരു ലെഗിൻ മേടിച്ചു, ഒരു ജോഗർ മേടിച്ചു. ഇപ്പോൾ വാങ്ങിച്ച സാധനത്തിൻ്റെ പേരെന്താ ചേച്ചി? എന്തോന്ന്? പുള്ളൗട്ട്സോ? പുള്ളൗട്ട്സ് ആണ്. പുള്ളൗട്ട്സ്. ഓക്കെ. കുല്ലോട്ട്സ് സ്റ്റോ. അപ്പം എങ്ങനെയത് പറഞ്ഞു തരിക? കുറേ ആൾക്കാർക്ക് അറിയാം, അത് എനിക്കറിയില്ല, അതിൻ്റെ പേരറിയത്തില്ല. എനിക്കിനി കാല് വിരിഞ്ഞത് കണ്ടായില്ല. പ്ലാസോസ് അതൊന്നല്ല, അത് കുല്ലോട്ട്സ് ആണ്. ഇപ്പോൾ ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം ഇപ്പം തന്നെ പർച്ചേസ് ചെയ്തു, കാശ് കളഞ്ഞു. ഇനി അടുത്തത് എവിടെ പോയി കാശ് കളയുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കൈ നീട്ടമ്മ, കൈ നീട്ട എന്നെ ചെയ്യുവേ. അതാ കൈ നീട്ട എന്നീവേ, കൈ നീട്ട് சொன்னாங்களா? ആരെല്ലാം തന്നാ കൈ നീട്ടോ? ഉമ്മാവും പാപ്പാവും തന്നാங்களா? സൂപ്പർ നട്ടു. കറക്റ്റ് നമ്മളിട്ട് അതുണ്ട്. അങ്ങോട്ട് കേളു, എന്താക്കാട്ട് കേളു. സൈസേ അപ്പോൾ എടുത്തുക്കടേ, അമ്മ എടുത്തുക്കട. നമ്മത് എടുക്കണം. 600 പോട്ട് മേടിക്കാൻ വന്ന് ഞങ്ങൾ എന്തൊക്കെ മേടിച്ചു. ഫുഡ് മേടിക്ക് ഫസ്റ്റ് പോലാ. കുറച്ച് തേഞ്ഞു. നട്ടു ഹാപ്പി വിഷു ചൊല്ല്. അങ്ങോട്ട് ചൊല്ല്, ഫോണിൽ പച്ചൊല്ല്. ഓക്കെ, ഞങ്ങളിപ്പോൾ വിഷു സദ്യ കൈനീട്ടക്കാശ്
വിഷുസദ്യ വിഷുസദ്യ വാങ്ങിക്കാൻ വന്നു. വിഷുസദ്യ തന്നെ വിഷുസദ്യ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ കയറി വന്നു. ഹൈപ്പർ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ താഴെയാണെന്ന് പറഞ്ഞു. താഴേക്ക് പോയിക്കൊണ്ടിരിക്കാം. വരും. വിഷുസദ്യ ടേക്ക് അവേ കൗണ്ടർ. നമ്മൾ ഓൾറെഡി ഒരു 4 ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മേടിക്കാൻ പോകുന്നു. നമ്പർ എങ്ങനെ കിട്ടി? അതൊരു ചോദ്യമാണ്. എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ரொம்ப பண்ணாது. அது எல்லா நியூஸ் பேப்பரில் எல்லாத்துலேயும் கிடைக்குதுண்டோ அந்த நோட்டீஸு. அது புக் ചെയ്ത് വരുമേ അത് ശരിയാക്കും. പേഴ്സണലി കിടച്ചതല്ലോ. ചുമ്മാ തന്നെ സദ്യ ഉനക്കല്ല. കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 50ഓളം അതിൽ ബുക്കിംഗ് ഉണ്ട്. ഇത് ഞങ്ങൾക്കുള്ളതാണോ? ഓ കറക്റ്റ് 4 എന്തായാലും ഒന്നല്ലേ. ഒന്ന് എടുത്തിട്ട് ഒരു പോസ്റ്റ് കോഡ് പാക്കറ്റോ 2 പേരും പിടിച്ച് പോസ്റ്റ് കൊടുങ്ങോ. അതൊക്കെ അതിനുള്ളിൽ വൈ. ഇനിയിപ്പോൾ എല്ലാം ഉണ്ട്. ആ ഒന്നും കൂടെ. ഓക്കെ ഇപ്പം തന്നെയാ വീട്ടിൽ പോയിട്ട് തുറന്നു പാർത്താ പറ്റാതാ. നീങ്കി നിൽക്കലമ്മ എന്ത് ഇല്ലടാ വീട്ടിൽ പോയിട്ട് സദ്യയല്ല ഇലയെല്ലാം പൊട്ടി സാപ്പിടണം. അതുകൊണ്ട് ഇങ്ങനെ സാപ്പിടണം. உனக்கு இப்போயே சாப்பிட்றணுமா? இப்போயே சாப்பிட்றணுமா? ലുലുവിൽ வந்து എന്തൊക്കെ ഇനി சாப்பிட்றோம்? ഇതെല്ലാം വീട്ടിൽ പോയി சாப்பிടണ്ടാ. നന്നായി. നമുക്ക് മതിയോ? ചോറ് മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ മീൽസ് വാങ്ങിക്കാൻ വന്ന മീൽസ് മാത്രം വാങ്ങിച്ചിട്ട് പോകാൻ പാടില്ല. അത് തെറ്റാണ്. ഓർമ്മയില്ലേ ഷോപ്പിംഗ് അപ്പം 4 മീൽസ് വാങ്ങിക്കാൻ വന്ന ഞങ്ങൾ 4 പേർക്കും ഡ്രസ്സ് എടുത്തു, ചായ മേടിച്ചു, ഇപ്പോൾ മോമോസ് മേടിച്ചു. അത് 6 പീസുള്ള മോമോസ് വാങ്ങിക്കാൻ പാടില്ല, ഹറാമാണ്. 9 പീസുള്ളത് തന്നെ വേണം ഞങ്ങൾക്ക്. ഫുഡ് അവിടെ എത്തിക്കാനുള്ളതാണ്. 2 മണിയാകുന്നു തോന്നുന്നു ഞങ്ങൾ ഇനി വീട് പോയി എത്തുമ്പോഴേക്കും. പാവങ്ങൾക്ക് വിശക്കായിരുന്നാൽ ശരി വേഗം പോകണൊക്കെ ആകും. ഫുഡ് 10 മിനിറ്റ് ഞങ്ങളത് കഴിക്കുന്നു. ഒരു 1/2 മണിക്കൂറിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും, വീടെത്തും. പ്രതീക്ഷിക്കുന്നു. കണ്ണ് ഈ കുതിരയ്ക്കൊക്കെ കണ്ണിൽ വെക്കില്ലേ, അതുപോലെ വെച്ചിട്ട് ഞങ്ങൾ വെക്കും. ഇന്ന് വിഷു ആയതുകൊണ്ട് വിഷു ആഘോഷിക്കുന്നവരുടെ തിരക്കില്ല. നോമ്പ് കഴിഞ്ഞതുകൊണ്ട് നമ്മളുടെ ആൾക്കാരുടെ തിരക്ക് കുറച്ച് കൂടുതലാണ്. ലീവാണല്ലോ, സൺഡേ, വിഷു. കണിയാക്കില്ല. എൻ്റെ ഫോൺ നല്ല ക്ലാരിറ്റി ആണതുകൊണ്ട് നമുക്ക് ഐഫോൺ വാങ്ങണ്ടേ നട്ടു. മനീഷ കണിയാ കുട്ടികൾ എമ്പിട്ട് വേലയല്ല. ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും ഓരോന്ന് വരുമ്പോഴും ഇവിടുത്തെ വർക്കേഴ്സ് കിട്ടിയ വേല മേലെ പാത്തിയാ அந்த സാധനം തൂക്കறதுக்கு വേണ്ടിയിട്ട് அந்த സാധനങ്ങളൊക്കെ ഓരോ ഒരു യെല്ലോ കളറില 1 2 3 4 5 6
லட்டு இங்கே இருந்துட்டு அடங்கி இருக்கிறா, வேண்டாத்தொன்னும் கேட்காம. அப்படி கேட்க மாட்டான். காசு இல்லை உள்ளிட்ட. கேக்கு வாங்க, உங்களுக்கு ட்ரெஸ் எடுக்கிற காசு உண்டா இருந்தது. நீ கேட்டால் என்ன தள்ளி கடவுள் சொல்லுவாங்க, போகக்கூடாது. ലഡു ഓക്കെ മാമ. ഗുഡ് ഗേളാ. ചായ വാങ്ങി തന്നനല്ലോ, മൊമോസ് വാങ്ങി തരുവനല്ലോ. അതാ ഞങ്ങൾ എന്തിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചതെന്ന് വെച്ചാൽ അതാ ഈ ലെഫ്റ്റ് സൈഡുള്ള കാര്യങ്ങൾ. മനസ്സിൽ കേട്ടാ മലയാളം പോലാണ്ട്. ആ ആ അത് കേട്ടാ ശരിയതമ്മാ കാസിലമ്മാ அப்படி சொல்லி அழுத்துட்டு നമ്മളെ കാശേ ഇല്ലടാ. പാവം തന്നെ. ఎందుకు ఏం కా എന്നിത് ഉനക്ക് കാശ് ചെയ്തുകൂടെ? വൈ അല്ല அவன் என்ன சொல்றா தெரியுமா? அப்படி என்ன சொல்றது, உனக்கும் நான் மனிஷாக்கெல்லாம் போகிறதான காசு வேணாம, என்ன கூட்டிகிட்டு போகிறதானே எனக்கு காசு வேண்டாമല്ലോ. ശരി ഉங்கள்கிட்ட കാശില്ലേ ചോദിച്ചു சொன்னால் ഇനി എൻ്റെ കയ്യിൽ വരുന്ന കാശൊക്കെ ഞാൻ നിനക്ക് തരാം, നിൻ്റെ അടുത്തല്ലേ കാശില്ല. அப்படியா? இனி நீ கிடைக்கிற காசெல்லாம் அம்மாட்ட கொடுக்குவியா? அப்போ இன்னைக்கு கை நட்டும் கிடைச்சதெல்லாம் அம்மாட்ட கொடுத்தாச்சா ஆல்ரெடி? അവളുടെ ഒരു കുടുക്കയുണ്ട്, അതിൽ ഞാൻ ഇട്ട് വയ്ക്കില്ല. അപ്പോൾ അമ്മയാണ് അതിലിട്ടതെല്ലാന്ന്. ഇത് അവളുടെ കാശ് വേറെ 20 രൂപ, അത് നീ വെച്ചമ്മ, നിനക്ക് ചിലവിനെ ഒരു 20 രൂപ തന്നിട്ടുണ്ട്. വാവ്, ഹൗ സ്വീറ്റ്. வாவ், இந்த 20 ரூபாய்க்கு நமக்கு என்ன வாங்கலாம்? அம்மா பாரு, நான் எப்படி வளர்த்திருக்கிறேன் பாரு, எப்படி வளர்த்திருக்கிறேன் பிள்ளைய. இந்த 20 ரூபாய்க்கு நமக்கு என்ன வாங்கலாம்? നീ വളർത്തിനീ ശരിക്കും ചൊല്ല, അത്തി കൊണ്ട് മാത്രം പറ്റത്. വേറെ ഐസ്ക്രീം വാങ്ങലാമാ കേട്ടാ, അത്തി വാങ്ങലാമാ. അയ്യേ, അത്തിയുടെ തന്നെ ചൊല്ല. എന്നെ വാങ്ങലാം കേട്ടാ. അഫ്രീൻ അവളോ ചീപ്പാ, 20 റുപ്പീസ്ക്കെല്ലാം അഫ്രീന വരുവാളാ. എന്നടി കൊണ്ട് വാഴക്കപ്പൊടിയായി പോച്ചു അഫ്രീന. ശരി, അവനക്ക് എന്നെ വേണം ചൊല്ല്. എന്നെ വാങ്ങലാം 20 റുപ്പീസ്ക്ക്. എന്നെ വാങ്ങലാം നോട്ട്ബുക്ക്. ശരി, ഓക്കെ. നൂൽപുട്ടാ എന്റെ പുള്ള നോട്ട്ബുക്ക് പോലെ വാ. വേറെ ഒന്നുമേ ആലോചിക്കും. നോട്ട്ബുക്ക് അല്ല, നൂൽപുട്ടാ. ശരി, വാങ്ങലാം. ഡൺ, ഇൻഷാല്ലാ. ശരി, ഞാൻ മോമോസ് വാച്ചോണ്ട് പാത്തിട്ട് പറയാം. പാത്തിട്ട് പടി ഫ്രീ എല്ലാം കൊടുത്ത് വീഡിയോ എടുക്കുന്നതാ. റീൽസ്, ഷോർട്സ്, യൂട്യൂബ് ബ്ലോഗ്. നോക്കണ്ടേ? ഒരു നാക്കല തന്നിട്ടുണ്ട്. അതെ. ചോറ്, പ്രഥമൻ, പരിപ്പ്, ഓലൻ, അവിയൽ, അവിയലല്ല, കൂട്ടുകറി അവിയൽ, ഇഞ്ചിപ്പുളി, പച്ചടി, സാമ്പാർ, പരിപ്പ്, ക്യാരറ്റ്, ഉപ്പ്, പഴം, രസം, ക്യാബേജ് ഉപ്പേരി, മോര്, എലിശ്ശേരി, അച്ചാർ. This is all what, and of course പപ്പടം. and ഇതിനകത്ത് എന്നതാക്കും ശർക്കരയും ചിപ്സും. ശർക്കര
ശർക്കര വരട്ടി. ശർക്കര വരട്ടി. ചിപ്സ്. നെക്സ്റ്റ് വൺ പപ്പടം. പപ്പടം. ഇനി എല്ലാം നമുക്ക് 4 പേർക്ക് ചോറ് പോകാം. സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ. വിഷു നമ്മൾ ലുലുവിൽ പോയി മേടിച്ചതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാണാം അല്ലേ? ചൊല്ലേ. മോരുണ്ട്, രസമുണ്ട്, അടപ്രഥമനുണ്ട്, പരിപ്പ് പ്രഥമനുണ്ട്, ഉപ്പ്, തേങ്ങ ചട്നി, പരിപ്പ്, പഴം, ഇങ്ങനെയുള്ള ഐറ്റംസ് കുറേ. ചിപ്സ്, ശർക്കര വരട്ടി, ഇഞ്ചിപ്പുളി, അച്ചാറ്, എന്താ പറയുക, കൂട്ടുകറി, 3, 4, 5, 6, പൈനാപ്പിൾ 7, പച്ചടി, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 ഐറ്റംസ് അടങ്ങണ ഒരു ഇലയും കൂടെ ചേർത്തി ഒരു സൂപ്പർ അടിപൊളി സദ്യ. ഹായ്. അപ്പോൾ ഫുള്ളായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാം ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമാണെങ്കിൽ കഴിച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കഴുകി എടുത്ത് വയ്ക്കാൻ വയ്യ. പക്ഷെ ഇപ്പം എന്തായി, അമ്മ ഒന്നും ഞങ്ങളെ കളയാൻ വിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ തന്നെ കഴുകേണ്ട വന്നു. സേക്ക്. പിന്നെ ഇപ്പം ഇതൊക്കെ കഴുകി, ഇതൊക്കെ ഉണക്കി, ഇതൊക്കെ ഇനി എടുത്ത് വെക്കണം. ഇതിത് ഗോഡൗണിന് പരുത്തിമുട്ട ഗോഡൗണിലേ എടുത്തിരിക്കണം. എനിക്കിപ്പോൾ ആ ലെവലിലാണ് എൻ്റെ ഫീല്. ശരി, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽസ്. എല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇനി നമ്മുടെ സാധാ കാര്യങ്ങളിൽ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ വൺസ് അഗൈൻ ഹാപ്പി വിഷു. ടാറ്റാ.